വളരെ കോൺട്രവേഴ്സ്യലായ ഒരു ടോപ്പിക്സ് ആണ് ഈ വീഡിയോയുടെ കണ്ടന്റ്. പ്രത്യേകിച്ച് കറണ്ട് ഈവൻസ്, വേൾഡ് ഈവൻസ്, ബിബ്ലിക്കൽ പ്രോഫസീസ് എന്നീ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. ഒരു ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു ഭൂരിഭാഗം ക്രിസ്ത്യാനികളും, പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ പെന്തക്കോസ്തുകാരെന്ന് പറയാം, കുറെ കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഈ എൻഡ് ടൈം പ്രോഫസീസ്, അന്ത്യകാല പ്രവചനങ്ങൾ വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുന്ന ആളുകൾക്ക് 100% എന്നോട് ഡിസഗ്രി ചെയ്യുന്ന, ഒരു ശതമാനം പോലും എന്നോട് എഗ്രി ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. എൻ്റെ കേൾവിക്കാർക്ക് ഇത്ര രസകരമായ സബ്ജക്റ്റ് ഇല്ലാത്തതുകൊണ്ട് അധികം പേര് കേൾക്കത്തില്ല. നിങ്ങൾക്കും ഡിസഗ്രി ചെയ്യാൻ പറ്റത്തുള്ളൂ തോന്നുന്നു, എഗ്രി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഇസ്രയേൽ അതിലെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, ഇസ്രയേലുമായിട്ട് ബന്ധപ്പെടുത്തി ചില പ്രവചനങ്ങളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ യെഹെസ്കേൽ 38-39 അധ്യായത്തില് ഇസ്രയേലിനെതിരായിട്ട് യുദ്ധം ചെയ്യാൻ വരുന്ന രാജ്യങ്ങളുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് റോഷ് എന്ന രാജ്യം. റോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗെ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. റോഷ് എന്ന രാജ്യം ഇസ്രയേലിനെതിരായിട്ട് യുദ്ധം ചെയ്യാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ റോഷ് എന്ന രാജ്യം ഏതാണെന്നുള്ളതാണ് ഒരു പ്രധാന ചർച്ചാ വിഷയം. പ്രത്യേകിച്ച് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം പ്രൊഫറ്റിക് ഇന്റർപ്രിട്ടേഷൻസ്, വെസ്റ്റേൺ ബേസ്ഡ് ഇന്റർപ്രിട്ടേഷൻസ് ആണ് പാശ്ചാത്യ സാഹചര്യത്തിൽ, പശ്ചാത്തലത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ റോഷ് എന്ന രാജ്യം എന്തുവാ? ഒരുപാട് പേരും പറയുന്നത് റഷ്യ എന്നാണ്, സോവിയറ്റ് റഷ്യ. കാരണം സോവിയറ്റ് റഷ്യയുടെ പഴയ പേരായിരുന്നു റോഷ് എന്നാണ് അവർ പറഞ്ഞ് സ്ഥാപിക്കുന്നത്. അപ്പം ഇപ്പോഴത്തെ റഷ്യ, പണ്ടത്തെ റോഷ്. അപ്പൊ അവര് ഇസ്രയേലിനെ ആക്രമിക്കാൻ വരും. ഇസ്രയേൽ രാജ്യം ഫോം ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും വലിയ എതിരാളികൾ റഷ്യയാണെന്നും, ഇന്നും ഇസ്രയേലിന്റെ വലിയ ശത്രു റഷ്യയാണെന്നും, ഇനി ഭാവിയിൽ റഷ്യ ആയിരിക്കും ഇസ്രയേലിനെ ആക്രമിക്കാൻ വരുന്നതെന്നും നശിപ്പിക്കാൻ വരുന്നതെന്നും ഇങ്ങനെ വ്യാപകമായിട്ട് പ്രവചനങ്ങൾ പ്രവചിച്ച് നടക്കുന്ന ആളുകളുണ്ട്. അത് സൂക്ഷ്മമായി പഠിക്കുമ്പോൾ അങ്ങനെ അല്ലെന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അത് സൂക്ഷ്മമായി പഠിക്കണം, പഠിച്ചില്ലെങ്കിൽ പറ്റത്തില്ല. റഷ്യ അല്ല റോഷ് എന്നത്, റോഷ് റഷ്യ അല്ല. അങ്ങനെ പറയാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, രണ്ട് എവിഡൻസ്. ഒന്നാമത്തെ കാര്യം, റോഷ് എന്നാണ് റഷ്യയുടെ പഴയ പേരെങ്കിൽ അതിനെന്തെങ്കിലും ഹിസ്റ്റോറിക്കൽ എവിഡൻസ് നമുക്ക് വേണം. ഇപ്പം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് പേര് പണ്ട് ഭാരതമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഇഷ്ടംപോലെ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഉണ്ട്. നമുക്കൊന്നും എങ്ങും പോയി അന്വേഷിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല, ഇഷ്ടം പോലെ ഉണ്ട് എവിഡൻസ്, അല്ലേ? ഈ മലേഷ്യക്ക് പണ്ട് മലയ എന്ന് പറഞ്ഞ, മലയാക്കാരെന്ന് പറയും, മലയ. നമുക്ക് ഇഷ്ടംപോലെ എവിഡൻസ് ഉണ്ട്, നമുക്കതൊന്നും അന്വേഷിച്ച് പോകേണ്ട, ശരിയാണ്. ഇതുപോലെ ഏൻഷ്യൻ ഹിസ്റ്ററിയിൽ നിന്ന്, ഏൻഷ്യൻ റഷ്യൻ ഹിസ്റ്ററിയിൽ നിന്നാണ് പറയേണ്ടത്, പണ്ട് ഇതിന്റെ പേര് റോഷ് എന്നായിരുന്നു, പിന്നെ ഇത് റഷ്യയായി മാറിയാണ്. അങ്ങനെ നമുക്ക് എവിഡൻസ് ഇല്ല. ഇത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ യെഹെസ്കേൽ എന്ന പ്രവാചകൻ ഈ റോഷിനെ പറ്റി പറയുമ്പോൾ എത്രായിരം വർഷം മുമ്പാന്ന് ആലോചിച്ച് നോക്കണേ. ഇന്നതൊരു 2600 വർഷം മുമ്പാണ് അദ്ദേഹം പറയുന്നത്. ഈ പറയുന്ന സമയത്ത് 2500 വർഷം മുമ്പാണ് ഈ പറയുന്ന സമയത്ത് റോഷ് എന്നൊരു രാജ്യം ഉണ്ടോ ലോകത്ത്? ഉണ്ടെങ്കിൽ എവിടെ നിന്ന് മനസ്സിലാക്കണം? അത് ബൈബിൾ അറ്റ്ലസ് നിന്ന് മനസ്സിലാക്കേണ്ടത്. ബൈബിൾ അറ്റ്ലസ് എടുത്ത് നോക്കിയാൽ റോഷ് എന്നൊരു രാജ്യമുണ്ട് അന്ന്. അത് റഷ്യ അല്ല. റഷ്യ അപ്പുറത്ത് കിടപ്പുണ്ടായാലും അവന് റോഷ് ഏതാണ്? ഇതാണ് റഷ്യ അല്ലെന്ന് ഞാൻ പറയാനുള്ള പ്രധാന കാരണം. രണ്ടാമത്തെ എൻ്റെ കാരണം, ഈ റഷ്യ ഇസ്രയേൽ രാജ്യം ഫോം ചെയ്യുന്നതിന് എതിരായിരുന്നുവെന്നും, രണ്ട്, ഇസ്രയേലിന്റെ വലിയൊരു ശത്രുവാണ് റഷ്യ എന്നും, മൂന്ന്, ഇനി ഭാവി കാലങ്ങളിൽ റഷ്യയാണ് ഇസ്രയേലിന് എതിരായിട്ട് വരാൻ പോകുന്നതെന്നും, ബ്രിട്ടനും അമേരിക്കയും വലിയ സപ്പോർട്ടാണെന്നും ഒക്കെ നമ്മളിങ്ങനെ പറഞ്ഞങ്ങ് പിടിപ്പിക്കുക. ഇതെല്ലാം കള്ളവ്യാഖ്യാനങ്ങളാണ്. കാര്യം ചരിത്രം, ഭൂമിശാസ്ത്രം ഈ കാര്യത്തെപ്പറ്റി യാതൊരു ബോധമില്ല. പിന്നെ എറ്റിമോളജി എന്തോന്നേ അറിയത്തില്ല. ഇങ്ങനെയുള്ള ആളുകളാണ് ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ തെറ്റൊന്ന് തിരുത്തുന്നതിന്
ഡീറ്റെയിൽഡായ ഒരു സ്റ്റഡിയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ അതിനുവേണ്ടി വളരെ ഒത്തൻറ്റിക്കായ ഒരു സ്റ്റഡി എടുത്തിട്ടിട്ട് ഇവിടെ വീഡിയോ ഇടാൻ പോവാണ്. എന്നിട്ട് അത് ഇംഗ്ലീഷിലായതുകൊണ്ട് ആ പറയുന്ന ഇംഗ്ലീഷ് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല, എന്നാലും ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ്. ഞാൻ അതിൻ്റെ പ്രസക്തമായ ഭാഗങ്ങളൊക്കെ മലയാളത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം ഇത് ശരിയാണോ തെറ്റാണോ എന്ന്. അപ്പോൾ നമുക്കിനിയും ആ വീഡിയോയിലേക്ക് വരാം. The appearance of the State of Israel on the world map is one of the most remarkable events in political life of the 20th century. The creation of Israel was preceded by decades of struggle. 20ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയൊരു സ്ട്രഗിളിന്റെ ചരിത്രമാണ് ഇസ്രയേൽ എന്ന രാജ്യം ഫോം ചെയ്യപ്പെടുന്നത്. ഒരുപാട് ഡെക്കേഡ്സിന്റെ, ഒരുപാട് പതിറ്റാണ്ടുകളുടെ സ്ട്രഗിളാണ് ഇതിന്റെ ഫലമായിട്ടാണ് ഇസ്രയേൽ എന്ന രാജ്യം ഫോം ചെയ്യപ്പെട്ടത്. അപ്പൊ എങ്ങനെയാണ് ഇസ്രയേൽ എന്ന രാജ്യം നിലവിൽ വന്നത്? അത് നിലവിൽ വരുന്നതിന് വേണ്ടി സഹായിച്ച രാജ്യങ്ങൾ ആരൊക്കെയാണ്? അതില് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സോവിയറ്റ് യൂണിയൻ എന്ന ആ രാജ്യത്തിന്, അന്ന് സോവിയറ്റ് യൂണിയൻ ആയിരുന്ന, പിൽക്കാലത്ത് നമ്മളിപ്പോൾ റഷ്യ എന്നറിയപ്പെടുന്ന ഈ രാജ്യത്തിന് എന്തെങ്കിലും റോളുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇതാണ് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് ഹാവ് എ ലുക്ക്. Conflict. In the new episode of How It Was, we will tell you how the Jews managed to create their own state. എങ്ങനെയാണ് യഹൂദന്മാര് തങ്ങളുടെ രാജ്യം സ്ഥാപിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നതിനെ പറ്റി നമ്മളിവിടെ പറയാൻ പോകുന്നത്. അതുപോലെ ഇസ്രയേൽ എന്ന പേരിൽ അറിയപ്പെടാൻ പോകുന്ന പുതിയ രാജ്യത്തിന്റെ ഫേറ്റ്. അന്നത്തെ സൂപ്പർ പവേഴ്സ് അവരത് ഡിസൈഡ് ചെയ്യുന്നതിൽ എന്ത് നിർണായകമായ പങ്കാണ് വഹിച്ചത്. USSR, being an ardent opponent of Zionism, unexpectedly for everyone supported the creation of Israel. നോക്കി, സയനിസത്തിന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന USSR ആണ് മുൻപോട്ട് വന്ന് ഇസ്രയേൽ രാജ്യം ഫോം ചെയ്യുന്നതിന് വേണ്ടി അവരെ സഹായിക്കുന്നത്. Why, just a day after its establishment, 5 neighbors at once declared war on the newly born state. 1948 ഇസ്രയേല് ഫോം ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ ചുറ്റുമുള്ള 5 പ്രബലരായ രാജ്യങ്ങൾ ഇസ്രയേലിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി, ഇല്ലാതാക്കുന്നതിന് വേണ്ടി യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. The history of the Jewish state dates back to the second millennium BC, according to. ശരിക്കും ഈ BC സെക്കൻഡ് മില്ലേനിയത്തിൽ, BC 2000-ലാണ് ഇസ്രയേലിന്റെ ചരിത്രം ആരംഭിച്ചത്. ഇന്നൊക്കെ 4000-ലധികം വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ചരിത്രമാണ് ഇസ്രയേലിൻ്റെത്. ഇസ്രയേലില് ബൈബിളില് അറട്സ് ഇസ്രയേൽ എന്ന് പറയുന്നത് ഇസ്രയേൽ രാജ്യം, അറട്സ് ഇസ്രയേൽ, അത് അവർക്ക് സ്ഥാപിച്ചു കൊടുത്തത് യഹൂദന്മാരുടെ വിശ്വാസം അനുസരിച്ച് സ്വർഗസ്ഥനായ ദൈവമാണ്. സ്വർഗസ്ഥനായ ദൈവം അവർക്ക് സ്ഥാപിച്ചു കൊടുത്ത മണ്ണാണ്, രാജ്യമാണ് ഇസ്രയേൽ രാജ്യം എന്നാണ് യഹൂദന്മാർ ഇന്നും വിശ്വസിക്കുന്നത്. ഇവിടെയാണ് പ്രധാനപ്പെട്ട ചില ഷ്രൈൻസ് ഒക്കെ, ഷ്രൈൻസ് എന്ന് പറഞ്ഞാൽ ആരാധനാ കേന്ദ്രങ്ങൾ ലൊക്കേറ്റ് ചെയ്തിട്ട്, പ്രത്യേകിച്ച് നമുക്ക് ലോകത്തിലെ മറ്റ് പല മതങ്ങളുമായിട്ട് അനുബന്ധിച്ച് നോക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്ന കാര്യമാണ്. യെസ്, ഇസ്രയേൽ എന്നും ജുദിയ എന്നും 2 പ്രധാന സ്ഥലങ്ങളാണ് പിൽക്കാലം ഇവിടുന്ന് എമേർജ് ചെയ്തു വരുന്നത്. In 63 BC, the Jewish state lost its independence. 663 BC-യിലാണ് ഇസ്രയേൽ രാജ്യത്തിന് അവരുടെ സ്വാതന്ത്ര്യം നഷ്ടമാകുന്നത്. ഞാൻ മുമ്പേ കാണിച്ച മാപ്പാണ് മുഴുവൻ ഇസ്രയേൽ എന്ന് പറയുന്നത്. 63 BC-യിലാണ് അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം നഷ്ടമാകുന്നത്. In the 1st and 2nd centuries AD, Jews revolted twice against the Romans. ഇപ്പോൾ അന്ന് അവർ റോമാക്കാരുടെ കീഴിലായതാണ്. 1ഉം 2ഉം നൂറ്റാണ്ടുകളുടെ ഇസ്രയേൽ ചരിത്രം എന്ന് പറഞ്ഞാൽ നിരന്തരമായി റോമുമായിട്ടുള്ള യുദ്ധങ്ങളാണ്. The first time it ended with the fall of Jerusalem and the destruction of the temple. For the second time, ആദ്യം അവരുടെ ആദ്യത്തെ പരാജയം AD 70-ലാണ്.
റോമുമായിട്ട് യുദ്ധം ചെയ്ത് യെരുശലേം ദേവാലയം മുഴുവൻ റോം ഇടിച്ചു കളഞ്ഞതോടുകൂടി യുദ്ധത്തിന്റെ ഒന്നാം ഭാഗം തീർന്ന് യഹൂദന് ഇസ്രായേൽ ദേശത്തുള്ള അവരുടെ പവറിന്റെ ഒരു നല്ല ഭാഗം അതോടുകൂടി നഷ്ടപ്പെടുകയാണ്. Bar Kokhba revolt in 135 AD, the Romans expelled. അത് കഴിഞ്ഞ് 135 ഏരിയയിലാണ് ബാൾക്കോട്ട് റിബൈവൽ ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു അത് റോമൻസുമായിട്ടുള്ള അവസാനത്തെ യുദ്ധം. മുഴുവൻ ഇസ്രയേലുകാരനെ പിഴുത് അവിടെ നിറഞ്ഞു കളഞ്ഞു റോമാക്കാർ. അത് മാത്രമല്ല, ഇടിച്ചു നിരത്താത്ത ഒരൊറ്റ മണ്ണ്, ഒരു സ്ഥലം, ഒരൊറ്റ കെട്ടിടം ബാക്കിയില്ല, ഒരെണ്ണം ഒഴി, എക്സെപ്റ്റ് വൺ. അത് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി അന്ത്യാത്താഴത്തിനിരുന്നതായ ബെഥാനിയയിലെ വീടാണ്. ആ വീടിപ്പോഴും അവിടെ ഉണ്ട്. അതുവഴി ബാക്കി എല്ലാ കെട്ടിടങ്ങളും, ഇസ്രായേൽ ദേശത്തുള്ള മുഴുവൻ കെട്ടിടങ്ങളും ഇടിച്ചു കളഞ്ഞ് നശിപ്പിച്ച് 135 AD യഹൂദനെ മുടിച്ച് ലോകം മുഴുവൻ ഓടിച്ചു വിട്ട് കളഞ്ഞു റോമാക്കാരൻ. ഇതിലെന്തറിയാമോ, ഇത് ഇവരുടേതേ അല്ല. ഏതാ ഞാൻ മുമ്പേ കാണിച്ച മാപ്പിലെ സ്ഥലം യഹൂദന്റെ അല്ല. അവർക്ക് അതിനോടൊരു ബന്ധമില്ലെന്ന് ചരിത്രം തന്നെ തിരുത്തി എഴുതുന്നതിന് വേണ്ടി ഈ ജുഡിയ എന്ന വാക്ക് തന്നെ മാറ്റിയിട്ട് പാലസ്തീനിയ എന്നാക്കി. എന്ന് പറഞ്ഞാൽ യഹൂദൻ, ജുഡിയ എന്ന് പറയുമ്പോൾ യഹൂദന്റെ ആണ്, ജൂഡ്. അത് മാറ്റിയിട്ട് പാലസ്തീനിയ ആക്കുമ്പം വേറൊരാളുടെയാണ്, ഇവരുടെ അല്ല ഈ മണ്ണ് എന്ന് ചരിത്രം റോമാക്കാര് തിരുത്തി എഴുതി തെറ്റായിട്ട്. Most scholars conclude was done in an attempt to remove the relationship of the Jewish people to the region. Over the centuries thereafter, Jews periodically migrated to Palestine. അതുമുതൽ കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട് യഹൂദന്മാര്, ഈ ലോകം മുഴുവൻ ചിതറിക്കപ്പെട്ട യഹൂദന്മാര് എങ്ങനെങ്കിലും തിരിച്ച് അവരുടെ സ്വന്തം നാട്ടിൽ വന്ന് താമസിക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. The first massive wave of Jews returning to the Holy Land, then a province of the Ottoman Empire, began in 1882. ഇനി കുറച്ചു പേർക്ക് കഴിഞ്ഞിട്ടുള്ളത് ഒട്ടോമൻ എംപയറിന്റെ ഭരണകാലത്ത്, ഒട്ടോമൻ എംപയർ ഈ സ്ഥലം ഭരിക്കുന്ന കാലത്ത് 1882 ഒരു പ്രധാന സംഖ്യ ആളുകൾ ഇസ്രായേൽ ദേശത്തേക്ക് തിരികെ വരുന്നത്. For several decades, 35,000 Jews moved there, fleeing pogroms in Eastern. ഒരുപാട് വർഷങ്ങൾ പിൽഗ്രിംസ് ആയിട്ട്, അഭയാർത്ഥികളായിട്ട് ലോകം മുഴുവൻ താമസിച്ചു കഴിഞ്ഞിട്ട് അവസാനം ഒരു 35,000 യഹൂദന്മാര് അന്നായപ്പോഴത്തേക്ക് 1882 ആയപ്പോഴേക്ക് തിരിച്ച് ഇസ്രായേലിൽ വന്നു. അവരവിടെ വരുമ്പോ ഒട്ടോമൻ സാമ്രാജ്യത്തിന് കീഴിൽ ഇസ്രായേൽ രാജ്യത്ത് അന്നൊരു 20,000 യഹൂദന്മാരുണ്ട്. Edmund de Rothschild settled financial and organizational issues. ഇനി എഡ്മണ്ട് ഡി റോത്ത്ഷൈൽഡ് എന്ന് പറയുന്ന ജൂവിഷറിനെപ്പെട്ട ഒരു മനുഷ്യനാണ് ഇതിനു വേണ്ടി വലിയൊരു ഫൈനാൻഷ്യൽ സ്റ്റെപ്പ് മുന്നോട്ട് എടുക്കുന്നത്, ഇവർ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി. This period of Jewish history is called the First Aliyah. ഇതിന് നമുക്ക് ഈ 1882 മുതൽ 1903 വരെയുള്ള കാലഘട്ടത്തിന് ഈ ഫസ്റ്റ് പീരീഡ് ഓഫ് ഫസ്റ്റ് അലിയ എന്ന് പറയാം. അലിയ എന്ന് പറഞ്ഞാൽ അതൊരു മൂവ്മെന്റ് ആണ്. ശരിക്കും അതിൻ്റെ അർത്ഥം മുകളിലോട്ടെന്നാണ്, മുകളിലോട്ട് പോകുന്നതാണ് അലിയ എന്ന വേർഡിന്റെ അർത്ഥം തന്നെ. അപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ, യഹൂദന്മാർ ഒരുമിച്ച് കൂടി പണമൊക്കെ കളക്ട് ചെയ്തിട്ട് പലസ്തീനിൽ വന്ന്, മുമ്പേ കാണിച്ച മാപ്പിൽ ആ രാജ്യത്ത് വന്ന് ഒരിക്കൽ അവരുടെ പിതാക്കന്മാർ താമസിച്ചിരുന്ന അവരുടെ ഒറിജിനൽ ലാൻഡ്, മാതൃരാജ്യത്ത് സെന്റ് കണക്കിന്, ഏക്കർ കണക്കിന് പൈസ അങ്ങോട്ട് കൊടുത്ത് വിലയ്ക്ക് മേടിക്കുക. കാര്യം ഒട്ടോമൻ എംപയറിന്റെ കീഴിൽ അവിടെ ധാരാളമായിട്ട് ജീവിക്കുവാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നതായ ആരബ്സ് ഉണ്ട്. ഇപ്പൊ ആരബ്സ് ചുമ്മാ എടുത്തു വെച്ചിരിക്കുകയാണ്, അവരെ കൊണ്ടൊന്നും കഴിയത്തില്ല, അതിനകത്ത് ചെയ്യാൻ പറ്റത്തില്ല. ആ ആരബ്സിൽ നിന്ന് ചോദിച്ച വില കൊടുത്ത് പ്രമാണം ചെയ്ത് യഹൂദന്മാർ ഈ വസ്തു മേടിക്കുക. അപ്പൊ ഇന്ന് ഇസ്രായേലിൽ താമസിക്കുന്ന യഹൂദന്മാര് ഈ അധിനിവേശം എന്നൊക്കെ ലോകം മുഴുവൻ കള്ളത്തരം പറയുന്നതായ ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം, അധിനിവേശവും വെട്ടിപ്പിടിച്ചൊന്നുമല്ല, ചോദിച്ച വില, പൊന്നും വില കൊടുത്ത് ഏക്കർ കണക്കിന് ആരബ്സിൽ നിന്ന് വാങ്ങിയ മണ്ണിലാണ് ഇസ്രായേൽ അവരുടെ സ്വന്തം ദേശത്ത് താമസിക്കുന്നത്.
ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പം ആദ്യത്തെ ഇതിനുവേണ്ടി അവർ ഉണ്ടാക്കിയ മൂവ്മെന്റ് വരെ അലിയ എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് അലിയയുടെ കാലഘട്ടമാണ് 1882 മുതൽ 1903 വരെയുള്ള സമയം. The 19th and 20th centuries, the Jewish communities of Europe began to buy up land in Palestine actively. ഈ 19 നൂറ്റാണ്ടിന്റെ അവസാനം 20 നൂറ്റാണ്ടായപ്പോഴേക്ക് പലസ്തീനിലൊന്ന് ധാരാളമായിട്ട് യഹൂദന്മാർ മണ്ണ് വാങ്ങാൻ തുടങ്ങി, വിലയ്ക്ക് വാങ്ങാൻ തുടങ്ങി. Acquired rocky, swampy, sandy areas where it was not easy to engage in agriculture. വെറും ഈ പിന്നെ കല്ലും ചരലും മണലും മാത്രമുള്ള സ്ഥലം, പൊട്ട സ്ഥലം, അവിടെ കൃഷി ചെയ്യാൻ നോക്കുന്ന കാര്യമേ അല്ല, ഒരുത്തരം കൃഷി ചെയ്യാൻ ഒക്കത്തില്ല. ആ മണ്ണാണ് ഇവർ പൊന്നും വിലയ്ക്ക് മേടിച്ചത്. ഇവർ മേടിക്കുന്ന സമയത്ത് ഈ ലാൻഡ് ഒന്നും കൾട്ടിവേറ്റ് ചെയ്തിരുന്നില്ല, കാരണം കൃഷി എടുക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഊഷര ഭൂമിയാണ്. പക്ഷേ ആരബ്സിന് മനസ്സിലായി, എന്നിട്ടും ഒരു വകയും കൊള്ളാതിട്ടും യഹൂദന്മാർ ധാരാളമായിട്ട് വിലയ്ക്ക് വാങ്ങുന്നു എന്ന്. അവർക്ക് വലിയ ചരിത്രബോധമൊന്നും ഇല്ലല്ലോ. അവർ നോക്കിയപ്പോൾ എത്ര പൈസ ചോദിച്ചാൽ ഇവർ കൊടുക്കും. ഇഷ്ടംപോലെ അവര് വിലയങ്ങ് കൂട്ടി ലാൻഡിന്. Was another problem. The government of the Ottoman Empire, wanting to stop Jewish immigration, limited the. എന്നാൽ ഒട്ടോമൻ എംപയറിന് യഹൂദന്മാരിങ്ങനെ ധാരാളമായി രാജ്യത്ത് വന്ന് മണ്ണ് മേടിക്കുന്നത് ഭാവിയിൽ തങ്ങൾക്ക് അപകടമാണെന്ന് തോന്നിയത് കൊണ്ട് യഹൂദന്മാരുടെ വരവിനെ ലിമിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിച്ചു. അതുകൊണ്ട് അവർ പറഞ്ഞു, നിങ്ങൾക്ക് ലാൻഡ് വിൽക്കാം, പക്ഷെ യഹൂദന്മാർക്ക് വിൽക്കരുത്. Of the Ottoman administration in Palestine turned a blind eye to these transactions in exchange for bribes. കാരണം എന്താണ്? പക്ഷേ അപ്പം ഒട്ടോമൻ എംപയറിന്റെ ഡിസിഷനാണ് യഹൂദന്മാർക്ക് മണ്ണ് കൊടുക്കരുതെന്ന്. പക്ഷെ അവർ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, അവർ മഹാ കറപ്റ്റ് അല്ലയോ, അവർ കൈക്കൂലി മേടിച്ചിട്ട് യഹൂദന്മാരിൽ നിന്ന് ഇഷ്ടംപോലെ പുറത്തുനിന്നേ മേശക്കടി കൈക്കൂലി മേടിച്ചിട്ട് ഇഷ്ടംപോലെ ലാൻഡ് വിറ്റ് കൊടുത്തു യഹൂദന്മാർക്ക്. അതിനു മുമ്പ് പലസ്തീനിൽ താമസിച്ചതായ അറബികൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ മണ്ണിൽ കൃഷി ചെയ്യുന്നതിനുള്ള പുതിയതായ മെത്തേഡുകൾ ഈ പുതിയ ഓണേഴ്സ് യഹൂദന്മാർ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഒരു പ്രതീക്ഷയും വകയില്ലാത്ത സ്ഥലങ്ങൾ പോലും നല്ല ഫലപുഷ്ടമുള്ള മണ്ണാക്കി മാറ്റുന്നതിന് യഹൂദന് അന്ന് കഴിഞ്ഞു. അപ്പൊ ഇത് കണ്ടപ്പം ആരബ് ഫാർമേഴ്സ് കൊള്ളാമല്ലോ പരിപാടി, യഹൂദൻ കാണിക്കുന്ന പോലെ ആവുമ്പോൾ കൊണ്ട് ചെയ്തു നോക്കി. Basel, Switzerland, hosted the first World Zionist Congress. 1897 സ്വിറ്റ്സർലൻഡിൽ ആദ്യത്തെ സയനിസ്റ്റ് മൂവ്മെന്റ്, സയനിസ്റ്റ് കോൺഗ്രസ് ഫോം ചെയ്യപ്പെടുന്നത്. അന്ന് ആഗോള സയനിസ്റ്റ് ഓർഗനൈസേഷൻ, സിയോൻ സംഘം എന്ന് പറയാം, അത് നിലവിൽ വന്നു. തിയഡൽ ഹെർട്സൽ എന്ന് പറഞ്ഞ മനുഷ്യനായിരുന്നു അതിന്റെ സ്ഥാപകൻ. Jewish journalist, playwright and political activist from Budapest. He was the founder of Political Zionism, a movement designed to unite the Jewish people in Eretz Israel. ഈ ലോകത്തിലുള്ള മുഴുവൻ യഹൂദന്മാരെയും അരക്ഷിതരിൽ ഇസ്രായേൽ ദേശത്ത് കൊണ്ടുവന്ന് ഒരുമിപ്പിച്ച് വീണ്ടും ഒരു ജാതിയാക്കി മാറ്റുക. ഇതായിരുന്നു ഹെർട്സിന്റെ പർപ്പസ്. ഈ പിന്നെ പൊളിറ്റിക്കൽ സയനിസത്തിന്റെ ഉദ്ദേശം അതായിരുന്നു. ഈ യൂറോപ്യൻ ലീഡേഴ്സിന്റെ സപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടി ഹെർട്സൽ ഒരുപാട് യൂറോപ്യൻ നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചു നോക്കി. ഈ തുർക്കിയുടെ ഭരണാധികാരി അബ്ദുൽ ഹാമിദ് സെക്കൻഡിനെ കോണ്ടാക്ട് ചെയ്തു. ജർമ്മൻ സീസറായിരുന്ന വിലം ദ സെക്കൻഡിനെയും കോണ്ടാക്ട് ചെയ്തു. ഇനി റഷ്യൻ ഭരണാധികാരി നിക്കലസ് സെക്കൻഡുമായിട്ടും ഇതേ കാര്യത്തെ പറ്റി സംസാരിക്കാൻ പോയി. ഗുണമുണ്ടായില്ല. കാരണം ഈ സയനിസ്റ്റ് പ്രോജക്റ്റിൽ റഷ്യക്കാർക്ക് അന്ന് താല്പര്യമില്ലായിരുന്നു.
without having 1904 1904 ഹേർട്സൽ മരിക്കുമ്പോൾ തന്റെ സ്വപ്നം എങ്ങും എത്തിയിട്ടില്ല. time to achieve tangible success for the future of Israel. However, he managed to convince the Jews of the whole world that it was time for them to start their own country. പക്ഷേ ലോകവ്യാപകമായ യഹൂദന്മാരെ അവർ തിരിച്ച് ഇസ്രായേൽ ദേശത്ത് പോയി തങ്ങളുടെ സ്വന്തം രാജ്യം സ്ഥാപിക്കണം എന്ന കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യത്തിൽ ഹെർട്സൽ വിജയിച്ചു എന്നുള്ളതാണ് ശരി. 1904, the second Aliyah began. ഇനി 1904 രണ്ടാമത്തെ ആലിയ ഞാൻ പറഞ്ഞ ആ മൂവ്മെന്റ് ആരംഭിക്കുന്നത്. Lasted 10 years, during which up to 40,000 people left for Ottoman Palestine. ഇനി അത് കഴിഞ്ഞ് അടുത്ത 10 വർഷം കൊണ്ട് അടുത്ത 40,000 ആളുകളൂടെ ഒട്ടോമൻ പാലസ്തീനിലേക്ക് തിരികെ വന്നു. അതിൽ കൂടുതൽ ആളുകളും റഷ്യൻ സാമ്രാജ്യത്തിലെ പിൽഗ്രിംസ് ആയിരുന്നവരാ തിരിച്ചു വന്നത്. 1904 മുതൽ 1914 വരെ ആയപ്പോഴത്തേക്ക് സെക്കൻഡ് ആലിയയുടെ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ തിരിച്ചു വരുന്നവർ മനസ്സിലാക്കണം, വെറുതെ കയറി കൃഷി ചെയ്യല്ല, വിലയ്ക്ക് ലാൻഡ് മേടിച്ച് വീട് വെച്ച് കൃഷി ചെയ്യുകയാണ്. Began to promote the kibbutz movement, agricultural communes where all participants share common property. ആ സമയത്താണ് കിബൂട്സ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇസ്രയേലിന്റെ സെറ്റിൽമെന്റിനാണ് ഗ്രാമങ്ങളായി വീട് പണിത് ഒരു ക്ലസ്റ്റർ ഓഫ് ഹൗസസ് ഉണ്ടാക്കി ഒരുമിച്ച് താമസിക്കുന്ന മൂവ്മെന്റാണ് ഈ കിബൂട്സ് എന്ന് പറയുന്നത്. കിബൂട്സ് ആരംഭിച്ച അന്ന് To protect the settlers throughout Palestine, Zionists founded the paramilitary organization Hashoma. ഇനി മറ്റുള്ളവരും തങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഹഷോമ എന്ന് പറയുന്ന അവരുടെ ഒരു സ്വന്തം സെക്യൂരിറ്റി ഗാർഡിനെ അവർ ട്രെയിൻ ചെയ്തു. കാരണം അവർ ധാരാളമായി ആക്രമിക്കപ്പെട്ടു. കാര്യം പരദേശികളാണ്, ഇവിടെ വന്ന് വസ്തു മേടിച്ച് താമസിക്കുക. സ്വദേശികളാന്ന് പറയുന്ന ആളുകൾ ഇവരെ ആക്രമിക്കുക, ഇവരാണ് സ്വദേശികൾ, ആക്രമിക്കുക. അപ്പം സംരക്ഷിക്കേണ്ട ഒട്ടോമൻ എംപയർ ഇവരെ സംരക്ഷിക്കുന്നില്ല. അപ്പൊ ഇവർക്ക് ഇവരുടേതായ ഒരു സൈന്യത്തെ ഫോം ചെയ്യേണ്ടി വന്നു. Guards in the Jewish settlements with Jewish guards. The Jewish development of Palestine continued. In 1902, the Zionist organization founded the Anglo-Palestine Bank, which today... ഇനി 1902 ആംഗ്ലോ പാലസ്റ്റൈൻ ബാങ്ക് എന്ന് പറയുന്ന ബാങ്കും അവർ നിലവിൽ കൊണ്ടുവന്നു. It is the largest commercial bank in the country. രാജ്യത്തെ ഏറ്റവും വലിയ കൊമേഴ്സ്യൽ ബാങ്കായിരുന്നു ആംഗ്ലോ പാലസ്റ്റൈൻ ബാങ്ക് എന്ന് പറയുന്നത്. In addition, the Hebrew University of Jerusalem was founded in 1918. അത് മാത്രമല്ല 1918 ഹീബ്രു യൂണിവേഴ്സിറ്റി ഓഫ് ജെറൂസലേം അവർ നിലവിൽ കൊണ്ടുവന്നു. 7 years later, Albert Einstein donated all his manuscripts and letters and the right to control the commercial use of his name. ഇനി ആൽബർട്ട് ഐൻസ്റ്റീൻ താൻ അന്നോളം എഴുതിയ മുഴുവൻ പുസ്തകങ്ങളും തൻ്റെ കണ്ടെത്തലുകളും തൻ്റെ മുഴുവൻ കാര്യങ്ങളും ഇവർക്ക് വിട്ടുകൊടുത്തു. ഹീബ്രു യൂണിവേഴ്സിറ്റി ജെറൂസലേം വിട്ടുകൊടുത്തു, അവരുടെ പ്രോപ്പർട്ടിയാക്കി മാറ്റുന്നതിന് വേണ്ടി. കാരണം ഭയങ്കര കൊമേഴ്സ്യൽ ബെനിഫിറ്റ് ഉണ്ടാകുന്ന അതിൽ നിന്ന്. As a result of the First World War, the Ottoman Empire lost its power over Palestine. ഇനി 1914-18 ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞപ്പോഴേക്ക് ഓട്ടോമൻ എംപയറിന് പലസ്തീനിലുള്ള അവരുടെ സ്വാധീനം നഷ്ടമായി. November 2nd, 1917, British Foreign Minister Arthur Balfour sent a declaration to the leader of the British Jewish diaspora, the famous Zionist Lord Walter Rothschild, promising to help Jews build their own national home in Palestine. ഈ സമയത്താണ് ബാൽഫർ എന്ന് പറയുന്ന വലിയ ബ്രിട്ടീഷ് ഭരണാധികാരി ഇവിടെ യഹൂദന്റെ സാമ്രാജ്യം താമസിക്കുന്ന കാര്യങ്ങളെ പറ്റി റോസ്ചൈൽഡിനെ കോണ്ടാക്ട് ചെയ്ത് കത്തെഴുതുന്നത്. അപ്പം ഈ ജൂവിഷ് സ്റ്റേറ്റ് എന്നത് മാറ്റിയിട്ട് ജൂവിഷ് ഹോം എന്ന പേരിൽ ഇത് അറിയപ്പെടണമെന്നായിരുന്നു ബാൽഫറിന്റെ ഒരു അഭിപ്രായം റോസ്ചൈൽഡിനോട്. Program within the British cabinet. In 1918, the Balfour Declaration was supported by the USA, Spain and France. 1918 യുഎസ്എയും
സ്പെയിനും ഫ്രാൻസും. ബാൽഫർ പറഞ്ഞതായ ഈ കാര്യം ഈ അംഗീകരിച്ച ബാൽഫർ ഡിക്ലറേഷൻ എന്ന് പറയുന്ന സംഗതി നിലവിൽ വന്നത്. 1922, the League of Nations supported the British mandate in 1922 ലീഗ് ഓഫ് നേഷൻസ് അന്ന് ബ്രിട്ടീഷ് മാൻഡേറ്റ്, ഇതാ നമ്മളിവിടെ കാണുന്ന ഇതാണ് ബ്രിട്ടൻ ഇസ്രായേലിന്റെ നാടെന്ന് പറയുന്നത്, അതിന് അംഗീകാരം കൊടുത്തു ലീഗ് ഓഫ് നേഷൻസ്. on the basis of the Balfour Declaration. അത് ബോൾഫർ ഡെക്ലറേഷന്റെ അടിസ്ഥാനത്തിൽ. ഇവിടെ നമ്മൾ ഈ കളർ കാണുന്ന കാര്യമുണ്ടല്ലോ, ഇത്രയും ഇടമാണ് അന്ന് ലീഗ് ഓഫ് നേഷൻസ് യഹൂദന്റേതാണെന്ന് എഴുതി കൊടുത്തത്. നമ്മൾ നോക്കിക്കോണം, അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ യഹൂദന്റെ ഉള്ളൂ. 1922 ലീഗ് ഓഫ് നേഷൻസ് യഹൂദന്റെ ആണെന്ന് പറഞ്ഞ് വരച്ചു കൊടുത്തതായ ഭൂമിയുടെ ഒരു ചെറിയ ഭാഗം, 1/4 പോലും ഇന്ന് ഇസ്രായേലിൽ ഇല്ല. Then it covers the region in the Middle East now occupied by Israel and the Palestinian territories, Jordan and parts of Saudi Arabia. The territories under the mandate were actually divided into Palestine, where Britain was. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ മുഴുവൻ ലാൻഡിനെ ഉണ്ടല്ലോ, അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്തു. അതിനെ പാലസ്തീൻ മാത്രം എന്ന് പറയുന്ന റീജിയനാക്കി മാറ്റി. To the arrangement of the Jewish national home and the Emirate of Transjordan created in 19. ഇവിടെ നമുക്ക് എമിറേറ്റ്സ് ഓഫ് ട്രാൻസ്ജോർഡൻ എന്ന് പറഞ്ഞ് നമ്മൾ ആ കളറിൽ കാണുന്ന ഒരു വലിയ പ്രദേശം ഉണ്ടാക്കിയിട്ട് യഹൂദന് ഒരു ഇച്ചിരി ഭാഗം കൊടുത്തു. നമ്മൾ ഈ കാണുന്ന മറ്റേ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ചെറിയ ഭാഗം യഹൂദനും കൊടുത്തു. On the lands east of the Jordan River. In the meantime, 2 more aliyahs followed. ഈ സമയത്ത് 2 അലിയായുടെ അവർ ഫോം ചെയ്യപ്പെട്ടു ഈ യഹൂദനെ തിരിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടി. Known as the 5th aliyah to Palestine began in 19. ഇനി 1929 മുതൽ 1939 വരെ 5ാമത്തെ ആലിയ നിലവിൽ വന്നു. Continued until the late 1930s. ഇത് late 1930s വരെ നിലനിൽക്കുകയും ചെയ്തു. About 250,000 Jews fled to Palestine to and 250,000 യഹൂദന്മാരാണ് ഈ സമയം കൊണ്ട് പലസ്തീനിലേക്ക് തിരിച്ചു വരുന്നത്. In Palestine, it became too crowded. The conflict between the newcomers and the Arabs was escalating. ഇവിടെ നോക്കിക്കോണേ, ഈ യഹൂദന് കുറച്ച് മണ്ണേ ഉള്ളൂ, അത് ഭയങ്കര ക്രൗഡഡായി. അപ്പൊ ഇവരും പലസ്തീനുകൾ എന്ന പേരിൽ ഇപ്പൊ അവിടെ അറിയപ്പെടുന്ന പുതിയ ആളുകളും തമ്മിൽ ഉള്ള കോൺഫ്ലിക്റ്റ് ആരംഭിക്കുന്ന അന്നേരമാണ്. 1936 ലോക്കൽ അറബ്സ് ഇവർക്കെതിരായിട്ട് അവരുടെ ആദ്യത്തെ വിപ്ലവം, യുദ്ധം ആരംഭിക്കുന്നത്. Demanding the creation of an Arab state and an end to Jewish immigration. By this time, about 450,000 Jews already lived in Palestine. Okay, 450,000, 4.5 ലക്ഷം യഹൂദന്മാർ അവിടെ താമസിക്കുന്ന സമയത്താണ് 1939 ആകുമ്പോഴേക്ക് യഹൂദനെ മുഴുവൻ അവിടുന്ന് മാറ്റിയിട്ട് അത് മുഴുവൻ പലസ്തീനികൾ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തിരിച്ചു തരണം എന്നുള്ള മൂവ്മെന്റ് ആദ്യം ആരംഭിക്കുന്നത്. A third of the country's total population. The uprising was suppressed, but Britain could not ignore the interest of the Arab majority. ഇനിയും ഈ അപ്രൈസൽ ഉണ്ടല്ലോ, ഈ മൂവ്മെന്റിനെ ബ്രിട്ടൻ അത് തടഞ്ഞുവെങ്കിലും അവർക്ക് അവിടെ നിശബ്ദരാകാൻ കഴിയും. ബ്രിട്ടന് ആ കാര്യത്തിൽ നിശബ്ദരാകാൻ കഴിഞ്ഞില്ല. In 1939, the British government published the so-called White Book. According to this document, 1939 ബ്രിട്ടൻ ഇതിനെപ്പറ്റി ഒരു ധവളപത്രം ഇറക്കുന്നത്. 75,000 Jews could enter the country in the next 5 years. അത് പറയുന്നത് അടുത്ത 5 വർഷം കൊണ്ട് ഒരു 7.5 ലക്ഷം യഹൂദന്മാരുടെ തിരിച്ച് ഈ പലസ്തീനിൽ വരാൻ സാധ്യതയുണ്ട്. After that period, the immigration of Jews without the consent of the Arab community would be forbidden. അത് കഴിഞ്ഞാൽ യഹൂദ ആരബ്സിന്റെ പെർമിഷൻ ഇല്ലാതെ യഹൂദനോട് വരാൻ ഒക്കത്തില്ല എന്നുള്ള നിലനിൽക്കുന്ന നിയമം എടുത്ത് മാറ്റപ്പെടും. The sale of land to Jewish settlers was prohibited. In others, it was allowed, but the final decision was to remain with the High Commissioner of Palestine. അതുവരെ എന്ന് പറയുമ്പം യഹൂദന് വസ്തു വാങ്ങണമെങ്കിൽ അവിടെ വസ്തു വാങ്ങണമെങ്കിൽ ആരബ്സിന്റെ പെർമിഷൻ വേണം.
മറ്റുള്ളവർക്ക് വസ്ത്രം മേടിക്കണമെങ്കിൽ അറബ്സിന് പെർമിഷൻ വേണ്ട. പക്ഷെ കാര്യങ്ങൾ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ അത് നിരോധിക്കും. Palestinian Jews did not accept the white paper, but they still ഈ ബ്രിട്ടീഷുകാരുടെ വൈറ്റ് പേപ്പർ ഒന്നും പലസ്തീനിൽ താമസിച്ച യഹൂദന്മാരെ അംഗീകരിച്ചിട്ട് ദൂരെ കളഞ്ഞു. supported Britain in the war against Hitler. They understood that the victory of the Third Reich would be a worse evil for the Jews than restrictions on entry into Palestine. ഈ സമയത്ത് സെക്കൻഡ് വേൾഡ് വാർ ആരംഭിക്കുമ്പോൾ അവർ ബ്രിട്ടനെ സപ്പോർട്ട് ചെയ്തു. യഹൂദന്മാരെ ബ്രിട്ടനെ സപ്പോർട്ട് ചെയ്യാൻ കാരണം ബ്രിട്ടൻ അഥവാ തോറ്റുപോയാൽ വേറൊരു കൂട്ടുകാരിക്ക് കൂടെ ഭരിക്കാൻ വരുന്നത്. അവർ ഭരിക്കാൻ വന്നു കഴിഞ്ഞാൽ യഹൂദന്മാരുടെ സ്ഥിതി കുറെ കൂടെ വഷളാകും. അത് തടയുന്നതിനാണ് ബ്രിട്ടനെ സപ്പോർട്ട് ചെയ്തത്. Thousands of Palestinian Jews fought in the ranks of the Jewish Brigade, which was ആയിരക്കണക്കിന് പലസ്തീനിലെ യഹൂദന്മാര് ബ്രിട്ടീഷ് ആർമിയിൽ ചേർന്ന് ബ്രിട്ടന് വേണ്ടി പൊരുതി. part of the British Army. After World War II, Britain did not lift restrictions on the entry of Jews into Palestine. പക്ഷേ 1945 സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പം യഹൂദന് പലസ്തീനിൽ വരുന്ന അതുവരെയുള്ള റെസ്ട്രിക്ഷൻ ഉണ്ടല്ലോ, നിബന്ധനം, വിലക്ക്, ബ്രിട്ടൻ അത് എടുത്തു മാറ്റുമെന്നാണ് യഹൂദന്മാർ വിചാരിച്ചത്. കാര്യം എന്താ? ഞങ്ങളോട് യുദ്ധം ചെയ്തതിൽ ബ്രിട്ടനെ ജയിപ്പിച്ചതാണ്. യഹൂദന്മാരോട് യുദ്ധം ചെയ്ത് ബ്രിട്ടനെ ജയിപ്പിച്ചിട്ട് യുദ്ധം ജയിച്ച ബ്രിട്ടൻ യഹൂദനോട് കാണിച്ച ചതി, വഞ്ചന എന്ന് പറയുന്നത് യഹൂദന് സ്വതന്ത്രമായി പലസ്തീനിൽ വരുന്നതിനുള്ള ആ വിലക്ക് അവരെടുത്തു മാറ്റിയില്ല. ഞാൻ പറഞ്ഞ കാര്യം അതാണ്. ലോകത്തെല്ലാവരും വിചാരിക്കുന്നത് ബ്രിട്ടൻ എന്ന് പറഞ്ഞ ഇസ്രയേലിന് വേണ്ടി അങ്ങ് നിൽക്കുകയാണെന്നും റഷ്യ ഇസ്രയേലിനെ നശിപ്പിക്കാണ്ടിരിക്കുന്നതാണ്. ഇത് രണ്ടും ചരിത്രത്തിലെ ബ്ലണ്ടേഴ്സാണ്. നേരെ തിരിച്ചാണ്. യഹൂദന്റെ അമിതമായ സഹായം, അതിനെപ്പറ്റി തന്നെ ഒരു വീഡിയോ ചെയ്യേണ്ടതാണ്. ധാരാളമായ സഹായം മേടിച്ച് യുദ്ധം ജയിച്ചു കഴിഞ്ഞപ്പം നേരെ തനി ഗുണം അവരും കാണിച്ചു. അപ്പൊ സയനിസ്റ്റ് മനസ്സിലായി ബ്രിട്ടീഷുകാർ ശരിക്കും തങ്ങളെ വഞ്ചിച്ചു, ഒരു ബിട്രയലാണ്, ചതിയാണെന്ന് അവർക്ക് മനസ്സിലായി. The leading Zionist military organization, Haganah, rebelled against the British administration. ഹംഗന എന്ന് പറയുന്ന സയനിസ്റ്റ് ഓർഗനൈസേഷൻ ബ്രിട്ടനെതിരായിട്ട് വിപ്ലവം പ്രഖ്യാപിച്ചു. Joined the Irgun and Lehi organizations, which began fighting the British during the war. അതുകൊണ്ട് എന്തറിയാമോ, അവര് ബ്രിട്ടന് വേണ്ടി യുദ്ധം ചെയ്തവര് തിരിഞ്ഞു. Jewish radicals blew up bridges and railways and organized several terrorist attacks against. ജൂയിഷ് റാഡിക്കൽസ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾ, പലസ്തീനിലുള്ള ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾ, റെയിൽവേ കൊടുക്കുന്ന കാര്യങ്ങളെ ശക്തമായിട്ട് അവർ ആക്രമിക്കാൻ തുടങ്ങി. The most notable of which was the King David Hotel bombing in 1946. 1946 കിങ് ഡേവിഡ്സ് ഹോട്ടൽ ഇതായി കാണുന്നുണ്ടല്ലോ, അത് യഹൂദന്മാർ ബോംബ് വെച്ച് നശിപ്പിച്ചു കളഞ്ഞു. The British administrative headquarters were housed. അവിടെ ആയിരുന്നു ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നത്. നശിപ്പിച്ചു കളഞ്ഞു അവർ മുഴുവനും. 91 people killed in the attack. 91 പേരാണ് ആ ആക്രമണത്തിൽ തന്നെ മരിച്ചത്. So these organizations illegally brought Jews from Europe to Palestine, which caused more and more discontent among. മാത്രമല്ല യൂറോപ്പ് മുഴുവൻ ചിതറിക്കിടക്കുന്ന യഹൂദന്മാരെ ഇല്ലീഗലായിട്ട് ഈ ഓർഗനൈസേഷൻ തിരിച്ച് ഇസ്രയേൽ ദേശത്ത് എത്തിച്ചു. അതും പ്രശ്നമായി. In April 1947, Britain called on the United Nations General Assembly to 1947 ഏപ്രില് ബ്രിട്ടൻ യുഎന്റെ ജനറൽ അസംബ്ലി വിളിച്ചു കൂട്ടി. എന്തിനു വേണ്ടി? respond to the Palestinian question. ഈ പാലസ്തീൻ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് ആലോചിക്കുന്നതിന് വേണ്ടി. A specially created committee on Palestine considered two options. അന്ന് പലസ്തീൻ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ കമ്മിറ്റിയുടെ മുമ്പിൽ 2 ഓപ്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. The first, the division of Palestine into an Arab and Jewish state. ഒന്നാമത്തത് മുഴുവൻ നാടിനെയും യഹൂദനെന്നും ജൂസ് സ്റ്റേറ്റ് എന്നും ആരബ് സ്റ്റേറ്റ് എന്നും 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഈ കാണുന്ന രീതിയിലാണ് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക. While Jerusalem would become international. The second, അപ്പൊ തന്നെ ജെറുസലേം ആരുടെയുമല്ല, ഇന്റർനാഷണൽ സിറ്റി ആയിട്ട് നിലകൊള്ളുകയും വരും. ഇതിന്റെ രണ്ടാമത്തെ ഓപ്ഷൻ common state of Arabs and Jews.
The third അടുത്തത് യഹൂദന്മാർക്കും ആരബ്സിനും കൂടെ ഒറ്റ രാജ്യം ഉണ്ടാകുക. ഒന്ന് രണ്ട് രാജ്യം ഉണ്ടാക്കുക, അല്ലെ ഒറ്റ രാജ്യം ഉണ്ടാക്കുക. ഈ രണ്ട് ഓപ്ഷൻസ് ആണ്. suitable for the Jews, but the Arabs did not want to cede territory. പക്ഷേ ഇത് രണ്ടും ആരബ്സിന് താല്പര്യമല്ല. കാരണം ആ ടെറിട്ടറിയിൽ ഒരൊറ്റ യഹൂദനും ഉണ്ടാകാൻ പാടില്ല. അതാണ് ആരബിന്റെ നിർബന്ധം. Second was preferable for the Arabs, but the Jews swept it aside. In the new state, they would again find themselves a national minority. By that time, the world was already divided into two power blocks, led by the United States and the Soviet Union. പക്ഷെ ഇതിനോടകം ലോകം തന്നെ രണ്ടായിട്ട് മാറി. സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ രണ്ടും രണ്ടായിട്ട് മാറി. ഒന്ന്, അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു പാശ്ചാത്യ ശക്തികളും, രണ്ട്, റഷ്യയുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ശക്തികളൊന്ന് രണ്ടായിട്ട്, സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ രണ്ടായിട്ട് ലോകം തന്നെ വിഭജിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ രണ്ട് സൂപ്പർ പവേഴ്സിന്റെയും കാര്യങ്ങൾ തൂങ്ങിക്കിടക്കുക യഹൂദന്റെയും പലസ്തീനിന്റെയും ഭാവി എന്ന് പറയുന്നത്. ഇനി സോവിയറ്റ് യൂണിയന്റെ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് വളരെ ക്ലിയറാണ്. എന്താണെന്നറിയാമോ? അവര് പറയുന്നത് ഈ സയനിസം എന്ന് പറയുന്നത് ഒരു സെമി ഫാസിസ്റ്റ് ഐഡിയോളജിയാണ്. അപ്പൊ സയനിസം നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ആർക്ക്? റഷ്യക്കാർക്ക്. പക്ഷെങ്കിൽ ഇനി ആരബ്സോ കൊളോണിയൽ പവറിൽ നിന്ന് തങ്ങളുടെ ഹോംലാൻഡിനെ രക്ഷിക്കാനുള്ള ശ്രമമാണ്. USSR itself, Zionists were repressed, shot, and forced into exile. In the land of the Soviets, the Hebrew language was banned, although Yiddish was not. ഇനി യഹൂദനോട് അത്ര ഇഷ്ടമല്ലായിരുന്നു റഷ്യക്കാർക്ക്. അവരുടെ രാജ്യത്തിൽ അവർ റഷ്യൻ ഭാഷ തന്നെ നിരോധിച്ചതാണ്. യഡിഷ് എന്ന് പറയുന്ന വേറൊരു ഡയലക്റ്റ് ഉണ്ട്, അതൊന്നും നിരോധിച്ചിട്ട് ഇല്ലായിരുന്നാലും. ഇപ്പം ആരബ്സും കമ്മ്യൂണിസ്റ്റും കൂടി ഒരുമിച്ച് ചേർന്ന് ഒരു അലയൻസ് ഉണ്ടാക്കുമോ എന്നുള്ളതായിരുന്നു പാശ്ചാത്യ നാടുകളുടെ ഭയം, പ്രത്യേകിച്ച് അമേരിക്കയുടെ. Some members of the American political elite believe that the United States should intercede for Palestinian Muslims so as not to spoil relations with them. ഇനി അമേരിക്ക അവിടെ താമസിക്കുന്ന മുസ്ലിങ്ങളുമായിട്ട് പെട്ടെന്ന് ബന്ധം സ്ഥാപിച്ചില്ലെങ്കിൽ ഈ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം ഉലഞ്ഞു പോകും എന്നുള്ളത് അമേരിക്കൻ പൊളിറ്റീഷ്യൻസിന്റെ അന്നത്തെ നിലപാട്. പക്ഷേ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ മുസ്ലിങ്ങളെക്കാട്ടിൽ US വോട്ടേഴ്സിന്റെ അംഗമായിരുന്നു അന്ന് കൂടുതൽ. അതുകൊണ്ട് അവിടെ രണ്ട് സ്റ്റേറ്റ് ഉണ്ടാക്കണം, രണ്ട് രാജ്യങ്ങൾ ഉണ്ടാക്കണം എന്ന തീരുമാനത്തെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി അമേരിക്കൻസ് ബാധ്യസ്ഥരായിരുന്നു. മാത്രമല്ല ആരബ്സിന്റെ ഇൻട്രസ്റ്റ് ആയിരുന്നു അമേരിക്കയ്ക്ക് കൺസിഡർ ചെയ്യാൻ ഏറ്റവും ഇഷ്ടം. ആരബ്സിന്റെ ഇൻട്രസ്റ്റ് ആയിരുന്നു ഇസ്രയേലിന്റെ ഇൻട്രസ്റ്റിനേക്കാൾ അമേരിക്കയ്ക്ക് താല്പര്യം. അറബികളുടെ ഇൻട്രസ്റ്റ് ആയിരുന്നു അമേരിക്കയ്ക്ക് ഇസ്രയേലിന്റെ ഇൻട്രസ്റ്റിനേക്കാൾ അന്ന് താല്പര്യം. During a meeting of the UN General Assembly, Andrei Gromyko, the permanent representative of the USSR to the organization, took to the podium. All those present thought they knew what they were about to hear. ഇനി 1947 മെയ്യില് 14 UN കൂടുകയാണ് എന്ത് ചെയ്യണമെന്നുള്ളത്. ഇതിനെപ്പറ്റി ആലോചിക്കുന്നതിന് വേണ്ടി റഷ്യയുടെ മെമ്പർ എഴുന്നേറ്റ് സംസാരിക്കാൻ വരുമ്പോൾ താൻ എന്താ പറയാൻ പോകുന്ന എല്ലാവർക്കും അറിയാമായിരുന്നു. ചിന്തിച്ച് എന്താ ഇരിക്കുന്നത്, അവിടെ ഇസ്രായേലിനെ കണ്ടുപോകരുത്, മുഴുവനത്തിന് അടിച്ചോടിക്കണം, അത് ആരബ്സ് മാത്രം മതി എന്ന് റഷ്യ പറയും, USSR പറയുമെന്ന പ്രതീക്ഷയിലാണ് UN മുഴുവൻ നോക്കിയിരിക്കുന്നത്. പക്ഷെ അതിന് പകരം ലോകം മുഴുവൻ യഹൂദന്മാര് സഫർ ചെയ്തതായ അവരുടെ കഷ്ടപ്പാടിന്റെ ഒരു ലിസ്റ്റാണ് ഇദ്ദേഹം അങ്ങോട്ട് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, യഹൂദന് അവന്റെ സ്വതന്ത്ര രാജ്യം വേണം, യഹൂദന് അവന്റെ സ്വതന്ത്ര രാജ്യം വേണമെന്ന്
നോക്കിയേ, അർത്ഥശങ്കയ്ക്കിടയില്ലാതെ യുണൈറ്റഡ് നേഷനിൽ ആദ്യം പറഞ്ഞത് സോവിയറ്റ് റഷ്യയുടെ റെപ്രസെൻറ്റേറ്റീവ് ആണ്. അപ്പോൾ തന്നെ ആരബ്സിനെ എങ്ങനെ പ്ലീസ് ചെയ്യാം, അറബികളെ എങ്ങനെ പ്ലീസ് ചെയ്യാം, മുസ്ലിങ്ങളെ എങ്ങനെ പ്രീണിപ്പിക്കാം എന്നായിരുന്നു അമേരിക്കയുടെ നയം അന്ന്. അന്ന് മാത്രമല്ല, വെസ്റ്റേൺ രാജ്യങ്ങളുടെ നയം എന്നും അത് തന്നെയാണ്. No Western European state had been able to assure the defense of the basic rights of the Jewish people. യഹൂദന്മാരുടെ ബേസിക് റൈറ്റ്സ് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പാശ്ചാത്യ രാജ്യങ്ങൾ ഒരൊറ്റ ശക്തിയും മുന്നോട്ട് വരുന്നില്ല. The Soviet Union said Gromyko would still prefer a single Arab Jewish state with equal rights for Jews and Arabs. But if the UN Commission found this impossible to implement, there was a justifiable alternative: the partition of Palestine into two single independent states. Okay. യഹൂദനും അറബ്സിനും ഒരുപോലെ അവകാശമുള്ള ഒരു വൺ സ്റ്റേറ്റ് അവിടെ സ്ഥാപിക്കണം. അതാണ് റഷ്യ ആദ്യം പറഞ്ഞത്. പക്ഷെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയത്തില്ലെന്നുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് യഹൂദന് സ്വതന്ത്ര രാജ്യം കൊടുക്കണം. ലോകത്തിൽ ആദ്യം വിളിച്ചു പറഞ്ഞത് സോവിയറ്റ് റഷ്യയാണ്. ഇത് മനസ്സിലാക്കാൻ ക്രിസ്ത്യാനികൾക്ക് ഇച്ചിരൂടെങ്കിലും മൂളെ ഉണ്ടാകണമെന്ന് എനിക്ക് പറയാനുള്ളത്. One Jewish and one Arab. Gromyko's speech had the effect of an exploding bomb. ഓക്കെ, ഗ്രിമീക്കോ എന്ന് പറഞ്ഞ ഇയാള് റഷ്യയുടെ റെപ്രസെൻറ്റേറ്റീവ്, USSRന്റെ ബോംബ് പൊട്ടിക്കുകയായിരുന്നു അയാൾ ഇവിടെ ചെയ്തത്. Expected such a pro-Zionist position from the USSR. USSRൽ നിന്ന് ഇങ്ങനൊരു നീക്കം ഒരൊറ്റ മനുഷ്യനും അന്ന് യുവനിൽ പ്രതീക്ഷിച്ചില്ല. Stalin believed that the military assistance to Israel would promote its transformation into a pro-Soviet state, which would help break British dominion in the Middle East. ഇനി അതിന് സഹായമായി ഇസ്രയേലിന് മിലിറ്ററി സപ്പോർട്ട് കൊടുക്കാൻ സ്റ്റാലിൻ തയ്യാറായി. കാരണം ബ്രിട്ടൻ അനുവദിച്ചില്ലെങ്കിൽ ബ്രിട്ടനെ അവിടുന്ന് ഓടിച്ചിട്ട് ഇസ്രയേൽ രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇസ്രയേലിന് മിലിറ്ററി സപ്പോർട്ട് കൊടുക്കാൻ ജോസഫ് സ്റ്റാലിൻ എന്ന ദുഷ്ടനായ മനുഷ്യൻ തയ്യാറായി. In November 1947, the UN passed a resolution dividing what was left of the British-mandated territory of Palestine into Arab and Jewish territory. 1947 നവംബർ മാസത്തിൽ ആ ലാൻഡ്, അതായത് ബ്രിട്ടൻ ഭരിച്ചുകൊണ്ടിരുന്ന പാലസ്തീൻ, രണ്ടായിട്ട് വിഭജിച്ച് യഹൂദനൊരു ഭാഗവും പലസ്തീന് വേറൊരു ഭാഗവും കൊടുക്കണം എന്ന് തീരുമാനിച്ചു UN. The majority of the land, 56%, was assigned to a Jewish state, and അതിൽ 56% യഹൂദന്മാർക്കുള്ളതും, നിങ്ങളെ മാപ്പ് നല്ലോണം നോക്കിയാൽ യഹൂദനുള്ള കളർ നോക്കുമ്പോൾ മനസ്സിലായി ഏതൊക്കെയാണെന്ന്. 43% ദാദർ കളർ നോക്കി, ആ ഓറഞ്ച് കളർ ഉള്ളത് അത് പാലസ്തീനികൾക്കും. ഇങ്ങനാണ് ആദ്യത്തെ ഡിവിഷൻ വരുന്നത്, ദ ഫസ്റ്റ് ഡിവിഷൻ വരുന്നത്. 43% to an Arab state, with Jerusalem under international administration. അപ്പോഴും യെരുശലേം ആർക്കുമല്ല, ഇന്റർനാഷണൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. 33 countries voted for this decision. ഈ ഡിസിഷൻ അനുകൂലമായിട്ട് 33 രാജ്യങ്ങൾ വോട്ട് ചെയ്തു. Soviet Union, the USA, Canada and France. യുഎസ്എയും കാനഡയും ഫ്രാൻസും സോവിയറ്റ് യൂണിയനും അതിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തപ്പോൾ 13 countries voted against. ഇനി 13 രാജ്യങ്ങൾ അത് വേണ്ട എന്ന് പറഞ്ഞ് വോട്ട് ചെയ്തു. States India, Greece and Cuba. മുസ്ലിം സംസ്ഥാനങ്ങളും ഇന്ത്യയും ക്യൂബയുമാണ്, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമാണ് വേണ്ട എന്ന് പറഞ്ഞ് വോട്ട് ചെയ്തത്. 10 countries abstained, including Britain, China. 10 രാജ്യങ്ങൾ വോട്ടിൽ നിന്ന് മാറി നിന്നു. വോട്ടിൽ നിന്ന് മാറി നിന്ന പ്രധാന രാജ്യമാണ് ബ്രിട്ടൻ. നോക്കിക്കോണേ, ഇപ്പൊ എത്ര പ്രാവശ്യമായി ഗ്രേറ്റ് ബ്രിട്ടൻ ഇസ്രയേലിനെ ചതിക്കുന്നു. ഈ ചരിത്രം മനസ്സിലാക്കാതാണ് ബ്രിട്ടീഷുകാരാണ് ഇസ്രയേലിനെ പൊക്കിക്കൊണ്ട് നടക്കുന്നു പറയുന്നത്. അല്ല, ഇസ്രയേലിനെ ഉപദ്രവിക്കുന്നതിന്റെ മാക്സിമം ഇന്റർനാഷണൽ ലെവലില്, നാഷണൽ ലെവലില്, ഡൊമസ്റ്റിക് ലെവലില് ഉപദ്രവിച്ചവരാണ്. അതാണ് ചരിത്രത്തിന്റെ സത്യം എന്ന് പറയുന്നത്. The air already smelled of war. The plan would deprive the Palestinian state of key agricultural lands and seaports. Therefore, outraged Palestinian Arabs struck first. The Jews responded in kind. The flywheel of violence began to unfold throughout the country.
ഈ തീരുമാനം വന്നതോടുകൂടി തന്നെ നല്ല നല്ല കൃഷിസ്ഥലങ്ങൾ യഹൂദനുണ്ടാക്കിയതാണ്. പോർട്ട് യഹൂദനുണ്ടാക്കിയതാണ്. അതല്ല യഹൂദന് പോകുന്നു മനസ്സിലായി. അതുകൊണ്ടാണ് ആരബ്സ് അടിക്കണമെന്ന് തന്നെയുള്ള തീരുമാനം എടുത്തത്. did not intervene, and the Americans did not send their troops to the Middle East to maintain order. അന്ന് അമേരിക്കൻസ് ഇസ്രയേലിനെ സഹായിക്കുന്നതിന് വേണ്ടിയോ അവിടെ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണോ അവരുടെ ട്രൂപ്പിനെ അയച്ചില്ല. Found themselves in a minority position, surrounded by hostile Arab states with no യഹൂദന്മാര് മൈനോറിറ്റിയാ. ചുറ്റുമുള്ള ആരബ്സ് രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാല് എന്തോ യഹൂദന് പിടിച്ചിരിക്കാൻ പറ്റും. അന്ന് weapons and money flowing in from outside. നോക്കി, വെപ്പൺസ് ആൻഡ് മണി പുറത്തുനിന്ന് അങ്ങോട്ട് ഓടുക തുടങ്ങി അകത്തോട്ട്. Zionist leader David Ben-Gurion sent Golda Meir to United States to collect money. 1948 ബെൻഗൂരിയൻ ഗോൾഡ മേയർ എന്ന് പറയുന്ന മഹത് വനിതയെ അമേരിക്കയിലേക്ക് അയച്ചു. എന്തെങ്കിലും 10 കാശ് ആരെങ്കിലും അവിടെയുള്ള യഹൂദന്മാരോ വെള്ളക്കാരോ കളക്ട് കൊടുക്കുക. അതുപോലെ ചെറിയ രാജ്യം അങ്ങോട്ട് ഉണ്ടായില്ല. 2 ദിവസം അല്ല ആയല്ലോ. ഒരു സഹായത്തിന് വേണ്ടി എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അയച്ചതാണ്. Nobody believed that she would collect even $10 million. ഒരു $10 മില്യൺ ഗോൾഡ മേയർക്ക് കളക്ട് ചെയ്യാൻ കഴിയുമെന്ന് ആരും അന്ന് വിചാരിച്ചില്ല. പക്ഷേ 50 മില്യൺ $50 ദശലക്ഷം ഗോൾഡ മേയർ തിരിച്ചു വരുന്നത്. ആ കാലത്ത് എത്രയോ വലിയൊരു എമൗണ്ട് ആണത്. ഇന്നത്തെ കണക്കിൽ പറഞ്ഞാൽ $400 മില്യൺ അവർ കളക്ട് ചെയ്ത. ഇനി യഹൂദന്മാർക്ക് വേണ്ടത് ആയുധമാണ്. നോക്കിയേ, അമേരിക്ക വിലക്കി പലസ്തീനിലേക്ക് ആരും യുദ്ധം ഇത് കൊടുക്കാൻ പാടില്ലെന്ന്. ഏത് പിന്നെ ആയുധം കയറ്റി അയക്കാൻ പാടത്തില്ലെന്ന്. ചെക്കോസ്ലോവാക്യ കൺട്രോൾ ചെയ്തിരുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ് ഇസ്രയേലിന് ആയുധം കൊടുത്ത് അവർക്ക് യുദ്ധത്തിൽ സഹായിക്കണം തീരുമാനിച്ചത്. കമ്മ്യൂണിസ്റ്റുകാര്. ഞാൻ വളരെ വ്യക്തമായി എവിഡൻസ് ഇതൊക്കെ പറഞ്ഞു, വെറുതെ പറയല്ലോ. എനിക്ക് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അവരിൽ ഒരുപാട് വെപ്പൺ ഉണ്ടായിരുന്നു. എടുത്തങ്ങോട്ട് കൊടുത്തു, യഹൂദിന് വേണ്ടി എടുത്തു കൊടുത്തു. Was offered by the communists who controlled Czechoslovakia. Its military industry had served the Third Reich, and after the war, plenty of weapons were stored there. This was Stalin's next anti-Western move. ഇതായിരുന്നു യഹൂദനെ സഹായിക്കുന്നതിനുള്ള സ്റ്റാലിന്റെ അടുത്ത മൂവ്. ഇപ്പൊ പാശ്ചാത്യരെ സഹായിക്കത്തില്ല, യൂറോപ്പ് സഹായിക്കത്തില്ല. യൂറോപ്പ് യഹൂദനെ സഹായിക്കത്തില്ലെന്ന് മനസ്സിലായപ്പോൾ ജോസഫ് സ്റ്റാലിനാണ് മുൻപോട്ട് വന്നത് വെപ്പൺ കൊടുത്ത് യഹൂദനെ യുദ്ധത്തിൽ സഹായിക്കാൻ. In the spring of 1948, the first machine guns, rifles and cartridges from ചെക്കോസ്ലോവാക്യയിൽ നിന്ന് മെഷീൻ ഗൺസും റൈഫിൾസും കാർട്രിഡ്ജും ഒക്കെ 1948 ഇഷ്ടം പോലെ അങ്ങ് വന്നു ഇസ്രായേലിലേക്ക്. Sent to the Jewish part of Palestine. In addition to small arms and ammunition, the backbone of the Israeli Air Force, 25 Avia S-199 fighters were. ഇനി 25 Avia S-119 ഫൈറ്റർ ഫ്ലൈറ്റ് ഉണ്ടല്ലോ, അതും കൊടുത്ത് ചെക്കോസ്ലോവാക്യ അന്ന് ഇസ്രായേലിന്റെ. It happened just in time. The situation കൃത്യസമയത്താണ് ഈ ആയുധങ്ങൾ അവിടെ എത്തുന്നത്. in Palestine had become critical. The armies of the അതെത്തിയില്ലായിരുന്നെങ്കിൽ സ്ഥിതി വളരെ ക്രിട്ടിക്കൽ ആകുമായിരുന്നു. country stood on its border and just waited for the British mandate to end and Her Majesty's soldiers to go home. നോക്കി, ബ്രിട്ടീഷ് മാൻഡേറ്റ് തീരണം, ബ്രിട്ടീഷ് രാജ്ഞിയുടെ പട്ടാളം തിരിച്ചു പോകണം. പലസ്തീനിൽ നിന്ന് പോകുന്ന അന്ന് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി, ഇസ്രായേലിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി ആരബ്സ് മുഴുവൻ റൗണ്ടായിട്ട് അവരുടെ അതിരിന് നിൽക്കുക. On May the 14th, 1948, 1948 മെയ് 14, 8 hours before the end of the
ബ്രിട്ടീഷ് മാൻഡേറ്റ് അവസാനിക്കുന്നതിന് 4 മണിക്കൂർ മുൻപ് mandate, David Ben-Gurion proclaimed the creation of the Jewish state of Israel. ഇസ്രയേൽ എന്ന ജൂവിഷ് സ്റ്റേറ്റ് നിലവിൽ വന്നിരിക്കുന്നുവെന്ന് ഡേവിഡ് ബെൻ ഗുരിയൻ പ്രഖ്യാപിച്ചു. The territory allocated by the UN. UN തങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന രാജ്യത്ത്, സ്ഥലത്ത്, മണ്ണിൽ ഞങ്ങൾ രാജ്യം സ്ഥാപിച്ചിരിക്കുന്നെന്ന് ലോകത്തോട് കയറി വിളിച്ചങ്ങ് പറഞ്ഞു. The United States became the first state to recognize the existence of Israel. ഇസ്രായേലിന്റെ എക്സിസ്റ്റൻസിനെ റെക്കഗ്നൈസ് ചെയ്തു യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അത് ഫാക്റ്റാണ്. President Harry Truman announced this on the same day. അന്ന് തന്നെ ഹാരി ട്രൂമൻ എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഈ കാര്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. Soviet Union was the first country to recognize Israel. എന്നാൽ ലീഗലി സോവിയറ്റ് യൂണിയൻ ആണ് ഇസ്രായേൽ എന്ന രാജ്യത്തെ റെക്കഗ്നൈസ് ചെയ്ത ആദ്യത്തെ രാജ്യം. May the 17th, Great Britain officially recognized the Jewish states only in April 1950. ഇനി ഏപ്രിൽ 1915 അത് കഴിഞ്ഞിട്ടാണ് 50 ബ്രിട്ടൻ ഇതിനെ അംഗീകരിക്കുന്നത്. On the morning of the next day after the proclamation of the new country, the League of Arab States declared war. 5 countries at once. ഇത് കഴിഞ്ഞു പിറ്റേ ദിവസം ഇസ്രായേൽ രാജ്യം നിലനിന്ന പിറ്റേ ദിവസം ലീഗ് ഓഫ് അറബ് സ്റ്റേറ്റ്സ് 5 മഹാരാജ്യങ്ങൾ ഇസ്രായേലിന്റെ യുദ്ധം അങ്ങ് പ്രഖ്യാപിച്ചു. പിന്നാലെ Syria, Lebanon, Transjordan, Egypt and Iraq attacked the newly born country. The army of Transjordan conquered Samaria, East Jerusalem and Judea. The Iraqi military reached Netanya. The Lebanese and Syrians took control of territories in northern Israel. Egyptian tanks were stationed 35 kilometers from Tel Aviv. കണ്ടല്ലോ, ഇങ്ങനെ ദേശങ്ങൾ ഓരോന്നോരോന്നോരോ പിടിച്ചെടുക്കുക. ഇവരുടെ ഈജിപ്ഷ്യൻ ടാങ്ക് ഇസ്രായേൽ നശിപ്പിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. It would seem that the situation was hopeless, and soon the state of Israel, which existed for only a few days, would be wiped off the face of the earth. അന്ന് ലോകം മനസ്സിലാക്കിയത് ചില മണിക്കൂറുകൾ കഴിഞ്ഞാൽ, മണിക്കൂറുകൾ മാത്രമായിട്ടുള്ള ഈ രാജ്യം പിറന്നിട്ട്, ഇസ്രായേൽ രാജ്യം പിറന്നിട്ട് മണിക്കൂറുകളേ ആയുള്ളൂ. അടുത്ത ചില മണിക്കൂറിനുള്ളിൽ ഇതിനെ ലോകത്തിന്റെ ഭൂമുഖത്തിൽ നിന്ന് തുടച്ചു കളയും എന്നാണ് എല്ലാവരും വിചാരിച്ചത്. Then the help arrived on the night of May 24th. അപ്പോഴാണ് സഹായം വരുന്നത്. Ships with Czechoslovak weapons arrived at the port of ചെക്കോസ്ലോവാക്യ എന്നുള്ള ആയുധങ്ങളുടെ വലിയ കപ്പല് ഇസ്രായേലിന്റെ തീരത്തെത്തി. മറന്നു പോകരുത് ക്രിസ്ത്യാനികളെ, നിങ്ങൾ ഈ കാര്യം മറന്നു പോകരുത്. ഇസ്രായേലിന്റെ തീരത്ത് ആയുധങ്ങളുമായിട്ട് എത്തിയത് ചെക്കോസ്ലോവാക്യയാണ്. Haifa. The first 4 disassembled Avia S-199 fighters were delivered by cargo planes. This was the entire fleet of the Israeli Air Force at that time. അന്ന് ഇസ്രായേലി എയർഫോഴ്സിന് എത്ര ഫ്ലൈറ്റ് വേണം അത് മുഴുവൻ കാർഗോയിൽ എത്തിച്ചു ചെക്കോസ്ലോവാക്യ. Their battle took place on May the 29th. It was മെയ് impossible 29 ഇസ്രായേൽ അടിയങ്ങോട്ട് തുടങ്ങി. to inflict severe damage. The guns were jammed, but the Egyptians panicked. They did not expect that the Jews പക്ഷെ പറ്റിയെന്നറിയാമോ, ആരബ്സിന്റെ ഗണ്ണൊക്കെ അങ്ങ് ജാമായി പോയി. ആരുടെ? ഈജിപ്റ്റ് ഉൾപ്പെടെ മറ്റേ കക്ഷികളുടെ തോക്ക് അവൻ കാഞ്ചി വലിച്ചിട്ട് തോക്കിന്ന് ഉണ്ട വരുന്നില്ലെന്ന്. പക്ഷെ ഇസ്രായേലോ പുതിയ ആയുധങ്ങളുടെ അടിയം കൊണ്ട് തുടങ്ങി. അതിഗംഭീരമായ അടിയങ്ങ് അടിച്ചു വെച്ചപ്പോ തീർന്നു ഇവന്റെ ഇടപാട്. aircraft. As a result, Egyptian tanks halted their advance on Tel Aviv. By the spring of 1949, Israel had concluded a truce with most of its enemies. 1949 As a result, ഇസ്രായേലിന് മിക്കവാറും അടുത്ത രാജ്യങ്ങളോട്ടെല്ലാം വെടിനിർത്തല് പ്രഖ്യാപിക്കേണ്ടി വന്നു. the Jewish state retained a corridor from Jerusalem to the coastal plain and west. ജെറുസലേം മുതൽ കോസ്റ്റൽ പ്ലെയിനിലുള്ള നാടുകൾ മുഴുവൻ ഇസ്രായേലിന് റീറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞു. Galilee, while Jerusalem itself was divided between Israel and Jordan. യെരുശലേം ഇസ്രായേലിനും ജോർഡനും ഇടയ്ക്ക് ഡിവൈഡ് ചെയ്യപ്പെട്ടു. In the same 1949, Israel was admitted to the UN. 1949 തന്നെ ഇസ്രായേലിനെ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ UN അവരുടെ ഒരു അംഗരാജ്യമായി അംഗീകരിക്കുകയും ചെയ്തു. ഞാൻ
ഒരു പക്ഷെങ്കിൽ ദൈവം എനിക്ക് ടൈം തരികയാണെങ്കിൽ ഈ പ്രോഗ്രാം വീണ്ടും തുടരണമെന്ന് എനിക്ക് ആഗ്രഹം. എൻ്റെ ബാക്കി കാര്യം കൂടെ പറയണമെന്നുണ്ട്. ഞാൻ എന്താ പറഞ്ഞുകൊണ്ട് വന്നത്? പ്രവചനം വ്യാഖ്യാനിക്കുമ്പോൾ വിവരക്കേടിന്റെ അടിസ്ഥാനത്തിലല്ല വ്യാഖ്യാനിക്കേണ്ടത്. ചരിത്രവും ഭൂമിശാസ്ത്രവും ആനുകാലിക സംഭവങ്ങളും പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും എറ്റിമോളജിയും വെച്ച് വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞതല്ല ശരി വേറെന്നാണെന്ന് മനസ്സിലാകും. ഇസ്രയേലിന്റെ ശത്രു വന്ന് അതുവരെ ഇസ്രയേൽ പക്ഷെ അവർ ചിന്തിച്ചിരിക്കാം. കാരണം റഷ്യയിൽ അവർ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടവരാണ്. അപ്പോൾ ഒരു കോമ്യൂണിസ്റ്റ് റഷ്യ ഒരിക്കലും അവരെ സഹായിക്കാൻ വരുമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ സ്വർഗസ്ഥനായ ദൈവമോ തന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, രാജാക്കന്മാരുടെ ഹൃദയം ദൈവത്തിന്റെ കയ്യിൽ നീർത്തോട് കണക്കേയിരിക്കുന്നു, തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് തിരിച്ചു വിട്ടിരിക്കുന്നുണ്ട്. ഇന്നും ദൈവം ഇതേ കാര്യം ഇസ്രായേലിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുക. സമയം അനുവദിക്കുകയാണെങ്കിൽ ഇതിന്റെ ബാക്കി ഭാഗം പറയാമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ കമന്റ്സ്, ഒപ്പീനിയൻസ്, സജഷൻസ്, പിന്നീട് ചീത്ത പറയേണ്ട അതും കൂടെ ഇതിന്റെ താഴെ ഇട്ടേക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ബൈ.